നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലക്ഷങ്ങളല്ല, കോടികൾ അടിച്ചു മാറ്റി വസുന്ധരയുടെ കമ്പനി പൂട്ടിക്കേണ്ടതായിരുന്നു. അങ്ങനൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മയുടെയും ഭാഗ്യദോഷം എന്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം തെറിച്ചു. വിഷമിക്കാതെ ഐശ്വര്യ, പോയ സ്ഥാനങ്ങളെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാമെന്നേ. ഇപ്പോ അങ്ങനെ വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. ഇനി ഇത് നടക്കില്ല. ഇനിയിപ്പോ അരുണിന്റെ ഭാര്യയായിട്ട് അവിടെ പിടിച്ചു നിൽക്കെങ്കിലും വേണം. ഇപ്പോ അത് നഷ്ടപ്പെടുന്ന അവസ്ഥയായി. മിസ് കേരളയായിട്ട് വിലസി നടന്ന് ഞാൻ ഒടുവില് ജീവിക്കാൻ തെണ്ടി നടക്കേണ്ട അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല മായ. എന്നെ തകർക്കാൻ മുൻകൈ എടുത്തിരുന്ന ശ്യാമ ഇപ്പോ വസുന്ധരാമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളായി ആ കുടുംബത്തിൽ വിലസുക. ഞാൻ വെറും അനാഥ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിച്ചത് ശ്യാമയുടെ ആ പ്രഗ്നൻസിയാ. അമ്മ അഖിയുടെ കുഞ്ഞെന്നും പറഞ്ഞ് സദാസമയവും അവളുടെ പിന്നാലെ നടന്ന് തേനും പാലും ഒഴുക്കുക. ഈ ഗർഭം എന്ന് പറഞ്ഞ ഇത്ര വിലയുള്ള കാര്യമാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. അവിടെ എല്ലാവരും കൈവെള്ളയിൽ എടുത്തു വെച്ച് നടക്കല്ലേ ശ്യാമേ. അന്നാ സിദ്ധന്റെ വിഷപ്പൊടി കുടിച്ച് ഞാനൊന്ന് ഒമിറ്റ് ചെയ്തു. അപ്പൊ അമ്മ അമൃതയെടുത്തി ഓടി വന്ന് എന്താ ഏതാ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുക. പിന്നെ മാറി നിന്ന് ഇവൾക്കും വിശേഷമുണ്ടെന്നാ തോന്നുന്നെന്നൊരു കമന്റും കേട്ടപ്പോ നാണം കെട്ട് എന്റെ തൊലി ഉഞ്ഞുപോയി. അങ്ങനെ സംഭവിച്ചോ? അങ്ങനൊരു ഗതികേട് എന്റെ ജീവിതത്തിലുണ്ടായി. എന്നാ ഐശ്വര്യ ഇപ്പൊ പറഞ്ഞ ആ ഗതികേട് തന്നെ തുടർന്നാലോ? മനസ്സിലായില്ല. ഐശ്വര്യ പറഞ്ഞില്ലേ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഇത്ര വിലയുള്ള കാര്യമാണെന്ന്. ആ, എനിക്കതിന്റെ മഹത്വം എന്താന്ന് അറിയാൻ ചോദിച്ചതാ. അതത്ര മഹത്വമുള്ള കാര്യം തന്നെ. പ്രഗ്നൻസി ഏത് കുടുംബത്തിലും ശരിക്കും ഒരു വിലയുള്ള കാര്യം തന്നെ. ഇപ്പൊ ഐശ്വര്യ തന്നെ പറഞ്ഞില്ലേ പ്രഗ്നന്റ് ആയ ശ്യാമയെ വസുന്ധര കൈവെള്ളയിൽ വെച്ചാ നടക്കുന്നതെന്ന്. പഴയ വെറുപ്പൊക്കെ മാറിയെന്ന്. ഇപ്പൊ അവൾക്ക് തേനും പാലും ഒക്കെ ഒഴുക്കുകയാണെന്ന്. അത് കാണുമ്പോ എനിക്ക് പെരുത്ത് കേറുക. അതിനു പകരം ഐശ്വര്യയും ശ്യാമയുടെ ആ അവസ്ഥയിൽ എത്തിയാലോ? എന്ന് പറഞ്ഞ ഞാനും അവളെ പോലെ ഗർഭിണിയാവണമെന്നാണോ മായ പറയുന്നേ? എന്നെ അതിനൊന്നും കിട്ടത്തില്ല. ഗർഭിണിയാക്കാൻ വയ്യെങ്കിൽ വേണ്ട. ഐശ്വര്യക്ക് ഗർഭിണിയായിട്ടൊന്ന് അഭിനയിക്കാലോ. മായ എന്തൊക്കെയാ പറയുന്നേ? ഐശ്വര്യ തന്നെ പറഞ്ഞല്ലോ ഐശ്വര്യ ഒമിറ്റ് ചെയ്തപ്പോ വസുന്ധരയും അമൃതയും ഒക്കെ സ്നേഹം കാണിച്ചെന്ന്. അതെ. അപ്പോ നമുക്ക് ആ റൂട്ട് തന്നെ ഒന്ന് പിടിച്ചാലോ? ഐശ്വര്യ വെറുതെ അങ്ങ് ഗർഭം അങ്ങ് അഭിനയിക്കുക. അഭിനയിക്കേ? ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഐശ്വര്യ, നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഏക സൊല്യൂഷൻ അതാണ്. നീ ഗർഭിണിയാണെന്നറിഞ്ഞ ആ വീട്ടിലെ വസുന്ധര ഉൾപ്പെടെ എല്ലാരും നിന്നെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെ അരുൺ, അവന്റെ ഡിവോഴ്സ് കേസ്, അവൻ നിന്റെ ഗർഭത്തിന് മുന്നിൽ മുട്ടുമടക്കും. മായ പറയുന്നതൊക്കെ നടക്കൂ? നടക്കും. മായ പറയുന്ന നടന്നിരിക്കും. ഗർഭം വെറുതെ അഭിനയിച്ചാ പോരാ, അതിന് ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണം. ഐശ്വര്യ വാ, എന്താ ഏതാ വേണ്ടെന്ന് നമുക്ക് നോക്കാം. എന്റെ കണ്ണ, നീ എന്നെ ഒരുപാട് അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഒടുവിൽ
നീ എല്ലാം ശുഭാക്കി തന്നു. എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും നീ രക്ഷിച്ചു. കണ്ണാ, ഇനി എന്നെ ഇങ്ങനെ പേടിപ്പിക്കില്ല കേട്ടോ. പേടിപ്പിച്ചാ ഞാൻ നിന്നോട് പിണങ്ങും, ഉറപ്പാ. എന്റെ ഉണ്ണി കണ്ണ, എന്റെ കുസൃതി കണ്ണ, നിന്റെ സൗന്ദര്യമുള്ളൊരു മോനെ എനിക്ക് വേണ്ടേ. ശ്ശോ, ഞാനെന്തൊരു പൊട്ടിയാ. ഞാനെന്തിനാ നിന്നോട് പരിഭവം പറയുന്നത്? നീ തന്നെ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞിരിക്കല്ലേ. നീ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് ഒരു സമാധാനവും തരില്ല, അതെനിക്കറിയാം. അമ്പാടിയിലെ യശോദാമയായിട്ട് നീ ഒരുപാട് വട്ടം ചുറ്റിച്ചതാ. എനിക്കറിയാം നിന്റെ കുസൃതികള്. അതുപോലെ എന്നെയും നീ ഒരുപാട് ബുദ്ധിമുട്ടിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. സാരമില്ല, അതൊക്കെ ഞാൻ സഹിച്ചു. ഉണ്ണിക്കണ്ണന്റെ കുസൃതികളെ എനിക്കെന്നല്ല ഏതമ്മമാർക്കും വലിയ ഇഷ്ടാ. എത്രയും പെട്ടെന്ന് നിന്റെ കുസൃതികളുമായിട്ട് എന്റെ അടുത്തേക്ക് ഒന്ന് വന്നാ മതി. എനിക്കിപ്പോ നിന്നെ കാണാൻ കൊതിയാവാ. എന്റെ കണ്ണ, എത്രയും വേഗം നീ എന്റെ കുഞ്ഞായി എന്റെ അടുത്തേക്ക് വരണം കേട്ടോ. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ നിന്നോട് പിണങ്ങും. ഇതെന്താ ഉണ്ണിക്കണ്ണനോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ, ഞങ്ങൾ അമ്മയും മോനും ഇപ്പൊ അങ്ങനെയാ. ആ, നന്നായി. ശ്യാമയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ശ്യാമയെ പോലൊരു മോള് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ തന്റെ ഈ ഇഷ്ടം കാണുമ്പോ ഞാൻ എന്റെ ആഗ്രഹം മാറ്റിവെക്കാൻ പോവാ. ശ്യാമയുടെ മോഹം പോലെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കുസൃതിയുള്ള ഒരു മോന്തനായിക്കോട്ടെ, അത് മതി. അപ്പൊ ആ കുസൃതിയായ ഉണ്ണിക്കണ്ണനെ എന്ന് എനിക്ക് തരുക. എനിക്കും അവനെ കാണാൻ കൊതിയായി. നോക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, ഇപ്പൊ തന്നെ ഇത്രക്ക് ഗമയായോ? അപ്പൊ ഇനി ഉണ്ണിക്കണ്ണനെ പ്രസവിക്ക കൂടി ചെയ്താലോ? അപ്പോ ഗമ കുറച്ചുകൂടി കൂടും. അപ്പൊ ഞാനേ സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ അമ്മയാ, അത് മറക്കണ്ട. വസുന്ധര എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണാക്കണം. ഐശ്വര്യ, ഇത് പിടിക്ക്, സ്കാനിംഗ് റിപ്പോർട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.